ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോഡെസ്ക് ഇൻവെന്റർ ഉപയോഗിച്ചിട്ട് ഒരു ബിയറിംഗ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇത് മുന്നേ ക്രിയേറ്റ് ചെയ്ത് വെച്ചാണ് ഇതെങ്ങനെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനാദ്യം ഫയൽ ന്യൂ ക്രിയേറ്റ് ചെയ്യാം. മെട്രിക്കിൽ സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ഓക്കെ കൊടുക്കാം. അത് നമുക്ക് 2D ഡ്രോയിങ് ആദ്യം ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് 2 റെക്റ്റാങ്കിൾ വരയ്ക്കാം. ഒന്ന്, രണ്ടാമത്തെ നമുക്ക് ഇവിടെ വരയ്ക്കാം. അതിൻ്റെ ലെങ്ത് നമുക്ക് ഡയമെൻഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിന് 31, അതുപോലെ തന്നെ ഇതും 31, ഇതൊട്ട് ഇതിൻ്റെ പാതി 50.5, അതുപോലെ തന്നെ ഇതും 15.5. ഇതിൻ്റെ ലെങ്ത് 12 mm. 12. എന്നിട്ട് നമുക്ക് ഈ ലൈൻ്റെ അടിയിൽ നിന്ന് ഇതിൻ്റെ സെൻറ്റർ പോയിന്റിലേക്ക് 25 mm. അതുപോലെ തന്നെ ഈ ടോപ്പിലുള്ള റെക്റ്റാങ്കിളിൻ്റെ അടിയിൽ നിന്ന് ഇതിലേക്ക് 53 mm. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു സർക്കിൾ വേണം. അത് നമുക്ക് വരയ്ക്കാം. അതിന് ഡയമെൻഷൻ സെറ്റ് ചെയ്യാം. 24 ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ കൺസ്ട്രെയിൻ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഡയമെൻഷൻ ഈ സർക്കിളിൻ്റെയും ലൈനിൻ്റെ ലെങ്ത് 8 mm സെറ്റ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഈ റെക്റ്റാങ്കിളിൻ്റെ ഈ സർക്കിളിൻ്റെ ഉള്ളിലുള്ള പാർട്ട് നമുക്ക് ആവശ്യമില്ല. അത് നമുക്ക് ട്രിം ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് ഓട്ടോ ഡയമെൻഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ ഡൺ. എന്നിട്ട് ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. ഫിനിഷ് സ്കെച്ച് കഴിഞ്ഞിട്ട് റിവോൾവ് ആണ് നമുക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. റിവോൾവ് ആദ്യം പ്രൊഫൈൽ നമുക്ക് 2 റെക്റ്റാങ്കിളും സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒറിജിനിൽ ആക്സിസ് സെലക്ട് ചെയ്തിട്ട് ഒറിജിനിൽ നമുക്ക് എക്സ് ആക്സിസ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ഇന്നർ ബോഡിയും അപ്പർ ബോഡിയും നമുക്ക് ഒരു ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഉള്ളിലുള്ള ബാൾസ് ക്രിയേറ്റ് ചെയ്യണം. ബാൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിവോൾവിൻ്റെ ഉള്ളിലത്തെ സ്കെച്ച് നമുക്ക് തൽക്കാലത്തിലേക്ക് വിസിബിലിറ്റി ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ബാൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്ലെയിൻ സെലക്ട് ചെയ്യാം. സ്കെച്ച് നമുക്ക് ഹാഫ് സെക്ഷൻ എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. സർക്കിൾ കറക്റ്റ് സെൻറ്ററിലാണ് നോക്കണം. 24 mm. നമുക്ക് സെൻറ്ററിൽ ഒരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് നമുക്ക് ടെമ്പററി ലൈൻ ആക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള ലൈനെ ട്രിം ചെയ്ത് കളഞ്ഞിട്ട് ഒരു ലൈനും കൂടി വരച്ചു കൊടുക്കാം ഇവിടെ നിന്ന്. ഇപ്പോൾ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അപ്ലൈ ഡൺ ഓക്കെ കൊടുക്കാം. നമുക്ക് ഈ റിവോൾവിൻ്റെ ഉള്ളിലത്തെ സ്കെച്ച് നമുക്ക് വേണ്ട. നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വിസിബിലിറ്റി അൺചെക്ക് ചെയ്യാം. എന്നിട്ട് ഒന്നും കൂടി റിവോൾവ് കൊടുക്കാം. റിവോൾവ് ഇപ്പോൾ ഫേസ് സെലക്ട് ചെയ്തതിന് ശേഷം ആക്സിസ് നമുക്ക് ഇതിൻ്റെ അടിയിലുള്ള ലൈൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ന്യൂ സോളിഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. എന്തിനാണ് പറഞ്ഞാൽ ഇതിൻ്റെ നമുക്കൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ ബാൾസ് ഫില്ല് ചെയ്യണം. അത് നമുക്ക് എന്നിട്ട് ന്യൂ സോളിഡ് ആയിട്ട് ഫില്ല് ചെയ്തിട്ട് ഓക്കെ അമർത്താം. എന്നിട്ട് ഏകദേശം ഫുള്ളും കഴിഞ്ഞിട്ട് ഇനി ഇതിൽ ബാക്കിയെന്ന് പറയാൻ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ബാൾസ് ചുറ്റും ക്രിയേറ്റ് ചെയ്യാം. അതിൽ നമുക്ക് പാറ്റേൺ എടുക്കാം. പാറ്റേൺ എടുത്തതിന് ശേഷം ഫീച്ചേഴ്സിൽ നമുക്ക് ബാൾസ് സെലക്ട് ചെയ്യാം. ബാൾസ് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ആക്സിസിൽ നമുക്ക് എക്സ് ആക്സിസ് കൊടുക്കാം ചുറ്റും. എന്നിട്ട് 8 നമ്പർ ഓർ 10 നമ്പർ കൊടുക്കാം. 10 കൊടുക്കാം. എന്തെന്ന് നോക്കാം. 10 കൊടുക്കുന്നത്. എന്നിട്ട് ഇത്രയേ ഉള്ളൂ ഗൈസ്. നമുക്ക് ഇതിൽ ഓട്ടോഡെസ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ബിയറിംഗ് ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽ ഒന്ന് മാറ്റി കൊടുക്കാം. ഇതിൽ കൊടുക്കാം നിക്കൽ കോപ്പർ അയൺ.
ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും അഭിപ്രായം നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഗൈസ്.